നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിനെ പ്രതി ചേർത്തതിന് തൊട്ടടുത്ത ദിവസമാണ് ശങ്കരദാസിന് പക്ഷാഘാതം വരുന്നത്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നു. തുടർന്നിങ്ങോട്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടേയില്ല. ശങ്കർദാസ് ആദ്യ കുറേ ദിവസം ICUവിൽ തന്നെയായിരുന്നു. പിന്നീട് ICUവിൽ നിന്ന് ശങ്കരദാസിനെ മുറിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ തീരുമാനമെടുത്തു. ഇത് മണത്തറിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ ആശുപത്രിക്ക് പുറത്തെത്തി. ഇതോടെ വീണ്ടും KP ശങ്കരദാസിനെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ശങ്കർദാസിന്റെ BP ഉയർന്നുവെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത്. ശങ്കർദാസ് ആശുപത്രിയിലെത്തിയ അന്നു മുതൽ ആശുപത്രിയെ ഭയപ്പെടുത്തും വിധം ഒട്ടനവധി ദുരന്തങ്ങളാണ് ആശുപത്രിയിൽ നടന്നത്. ഇത് ആശുപത്രി അധികൃതരെ ഭയപ്പെടുത്തി. ദീർഘകാലം ശങ്കർദാസിനെ ICUവിൽ പാർപ്പിച്ചത് വേണ്ടത്ര രോഗമില്ലാതെയാണ് എന്ന വാർത്ത ഇതിനിടയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തികഞ്ഞ അയ്യപ്പകോപ ഭയം ആശുപത്രിയെ വേട്ടയാടി. ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ ഡോക്ടർമാർ ചേർന്ന് ഒരു യോഗം ചേർന്നു. ശങ്കർദാസിനെ ഇനിയും ICUവിൽ കിടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ഡോക്ടർമാർ കൈക്കൊണ്ടത്. ആശുപത്രി അധികൃതരും അതിനെ അംഗീകരിച്ചു. ശങ്കർദാസിനെ പെട്ടെന്ന് തന്നെ ഇന്നലെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ഇതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തി പോലീസ് സംഘം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. കേരള പോലീസിലെ ഉന്നതനായ ഒരു പോലീസ് കമ്മീഷണറുടെ പിതാവാണ് ശങ്കർദാസ്. ഈ ആക്ഷേപമാണ് ഇക്കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഉയർന്നു കേട്ടതും. അതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേൽ കടുത്ത സമ്മർദ്ദം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എല്ലാറ്റിനും ഒടുവിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും CPI നേതാവുമായ KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ PS പ്രശാന്തിനെ വളഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയതിന് തൊട്ടു പിന്നാലെ അന്വേഷണ സംഘം ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ ആശുപത്രി നീതിയും നിയമവും വിട്ട് ഒന്നും ചെയ്യില്ല എന്ന തീരുമാനമാണ് ഇന്നലെ കൈക്കൊണ്ടത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശങ്കർദാസിനെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത്. എന്നാൽ വൈകിട്ടോടെ പൊടുന്നനെ BP ഉയർന്നു എന്നാണ് ഡോക്ടർമാർ റിപ്പോർട്ട് എഴുതിയത്. ശങ്കർദാസ് ICUവിലായതിന് തൊട്ടു പിന്നാലെ കൊല്ലം കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ. വിധി പറയാൻ ഈ ജാമ്യാപേക്ഷയും മാറ്റിവെച്ചു. ഇതിനിടെ ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനങ്ങൾ. ശങ്കർദാസ് അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്നും ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങൾ കോടതിയെ കാണിക്കാമെന്നും പറഞ്ഞ് ശങ്കർദാസിന്റെ അഭിഭാഷകൻ തുടർന്ന് ഹൈക്കോടതി ജസ്റ്റിസുമാരെ ആശുപത്രി കിടക്കയിൽ ശങ്കർദാസ് കിടക്കുന്ന ഫോട്ടോകൾ കാണിച്ചു. അതീവ ഗുരുതരാവസ്ഥയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന തലത്തിലുള്ള ഫോട്ടോകളാണ് ഹൈക്കോടതിയെ കാട്ടിയത്. എന്നിട്ടും ഹൈക്കോടതിയുടെ ഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ട് പ്രതിപ്പട്ടികയിൽ ചേർത്ത് ഇത്ര കാലമായിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി ആവർത്തിച്ചത്. ദേവസ്വം ബോർഡ് അംഗം ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നും പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നത് ഇങ്ങനെയാണോ എന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ അന്ന് ചോദിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉയർന്നതോടെ ആശുപത്രി അധികൃതരും ഭയപ്പാടിലായി. കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു മെഡിക്കൽ സംഘത്തെ ശങ്കർദാസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് എത്തിക്കുമോ എന്ന ഭയവും ആശുപത്രി അധികൃതർക്ക്. തികച്ചും അയ്യപ്പ വിശ്വാസികളാണ് ആശുപത്രി മാനേജ്മെന്റ്. ശങ്കർദാസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും കടുത്ത അയ്യപ്പകോപ ഭയം. ആരോഗ്യനില നോക്കി മാത്രമേ തുടർ ചികിത്സ നടത്തൂ എന്ന തീരുമാനത്തിലാണ് തുടർന്ന് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും എത്തിയത്. ഈഞ്ചക്കലിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ്. ഇതിനോട് തൊട്ടടുത്തുള്ള ഒരു വലിയ ആശുപത്രിയിലാണ് ശങ്കർദാസിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥൻ മകൻ കമ്മീഷണറായിരിക്കട്ടെ, അതൊന്നും ഹൈക്കോടതിക്ക് ബാധകമല്ല എന്ന തലത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്ന രൂക്ഷ വിമർശനം. ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകിയതുകൊണ്ട് മാത്രമാണ് PS പ്രശാന്ത് ഇതുവരെ രക്ഷപ്പെട്ടു നിന്നത്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തതോടെ PS പ്രശാന്തിലേക്ക് അന്വേഷണ സംഘം തിരിഞ്ഞു. ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകി വിളിപ്പിച്ചു വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ ചോദ്യം ചെയ്യൽ വേളയിൽ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും എന്ന വാർത്തകളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. അന്വേഷണത്തിൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത്? മകനും പോലീസ് ഓഫീസറായതുകൊണ്ടാണോ ഈ ആശുപത്രിവാസം? മാന്യത വേണമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത്. അന്വേഷണ സംഘത്തിന്റെ മുഖമടച്ചു കൊടുത്ത ഹൈക്കോടതി തുടർന്ന് അന്വേഷണ സംഘത്തോട് ശക്തമായ നിലയിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ഏതെങ്കിലും വിധത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസിൽ
മന്ദഗതി കാട്ടുന്നുവെങ്കിൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളിലേക്ക് അന്വേഷണം മാറ്റാനുള്ള സാധ്യതയും തെളിഞ്ഞു. നേരത്തെ ശങ്കർദാസ് സുപ്രീം കോടതി വരെ പോയി പയറ്റി നോക്കി. എന്നിട്ടും രക്ഷയില്ലാതെ കൊല്ലം കോടതിയിലേക്ക് മടങ്ങുന്ന വിചിത്ര കാഴ്ച നമ്മൾ കണ്ടു. താൻ അബോധാവസ്ഥയിലാണ്, ICUലാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ഫോട്ടോകൾ കൊല്ലം വിജിലൻസ് കോടതിയിലും സമർപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയാണ് ശങ്കർദാസിനെ കുരുക്കിയത്. ബോർഡ് എടുത്ത തീരുമാനം കൂട്ടായ തീരുമാനമാണെന്നും ഇതിന് 2 ബോർഡ് അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയിരുന്നുവെന്നും പത്മകുമാർ പോലീസിന് നൽകിയ മൊഴിയിൽ ഉറപ്പിച്ചു പറയുന്നു. തന്ത്രിയും കുടുങ്ങിയത് പത്മകുമാറിന്റെ മൊഴിയിലാണ്. ശങ്കർദാസും വിജയകുമാറും താനും കൂടി കൂട്ടായെടുത്ത തീരുമാനം എന്നാണ് സ്വർണ്ണപ്പാളികൾ കടത്തിയ സംഭവത്തെക്കുറിച്ച് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. എന്നാൽ വിജയകുമാറും ശങ്കർദാസും തുടർച്ചയായി പോലീസിനോട് വിശദീകരിച്ചത് തങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമല്ല, ബോർഡ് യോഗത്തിന് ശേഷം മിനിറ്റ്സ് തിരുത്തി പത്മകുമാർ സ്വന്തം താൽപ്പര്യത്തിലെടുത്ത തീരുമാനമായിരുന്നു സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട സംഭവമെന്ന്. സാധാരണഗതിയിൽ പത്മകുമാർ ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുമെന്നും തങ്ങൾ അതിനെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ശങ്കർദാസ് പറഞ്ഞിരുന്നു. ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു. ദീർഘകാല ആശുപത്രിവാസം, ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു. കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കർദാസ്. ശങ്കർദാസിന്റെ അറസ്റ്റ് ഇപ്പോൾ കൂടുതൽ മാനങ്ങളാണ് സ്വർണ്ണക്കൊള്ള കേസിൽ നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിനൊടുവിൽ KP ശങ്കർദാസിന്റെ അറസ്റ്റിലൂടെ ഒരു വിനീത മറുപടി നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. KP ശങ്കർദാസിനെ പരിശോധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിരുന്നു. ശങ്കർദാസ് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നുവെന്ന് വിശദീകരിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ നിർദ്ദേശം. ഇതും ആശുപത്രി അധികൃതർക്ക് ഭയമായി. അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഫോട്ടോകൾ, ചികിത്സാ രേഖകൾ, എന്നിട്ടും ഇതെല്ലാം തള്ളിക്കളഞ്ഞൊടുവിൽ KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവമാണ് സ്വർണ്ണക്കൊള്ള കേസിലെ ഇപ്പോഴത്തെ കാഴ്ച. ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി SIT കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചു. നേരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശങ്കർദാസിനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി തിരക്കിയിരുന്നു. SIT SP ശശിധരൻ ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് വിവരം കൊല്ലം കോടതി അറിയിക്കുകയും തുടർന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി തുടർ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. ഇന്ന് കൊല്ലം കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കും. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറ്റു തലങ്ങൾ കൂടി അനാവൃതമാകുന്നു. കൊടിമരം മാറ്റി സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്നപ്പോൾ 2017 അന്ന് അജയ് തറയിൽ എന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ളവരായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾ. കോൺഗ്രസിനും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് ഇടതുപക്ഷം വാദിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാനമായ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. 2017 കൊടിമര നിർമ്മാണവും ഇനി SIT അന്വേഷിക്കും. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഈ കാലഘട്ടത്തിലെ കൊടിമരക്കൊള്ള കോൺഗ്രസ് അംഗങ്ങളിലേക്കാണ് സംശയത്തിന്റെ വിരൽ ചൂണ്ടപ്പെടുന്നത്. തന്ത്രി കണ്ഠർ രാജീവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ തെളിവുകൾ ശേഖരിക്കാൻ പലരെയും SIT ബന്ധപ്പെട്ടിരുന്നു. അവരിൽ നിന്നാണ് കൊടിമര കച്ചവടത്തിന്റെ കൊള്ളകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. പഴയ കൊടിമരം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് മാറ്റി സ്ഥാപിക്കാനാണ് ബോർഡ് എടുത്ത തീരുമാനം. കൊടിമരത്തിലുണ്ടായിരുന്ന വാദ്യവാഹനവും അഷ്ടദിക്പാലകന്മാരും വർഷങ്ങളുടെ പഴക്കമുള്ള വലിയ അമൂല്യ വസ്തുക്കൾ. രാജാവിൻ്റെ കാലഘട്ടത്തിൽ സമ്മാനമായി ലഭിച്ചതാണ് ഈ അമൂല്യ വസ്തുക്കളെന്ന് രേഖകളിൽ പറയുന്നു. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാദ്യവാഹനം തന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. തന്ത്രി അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ അഷ്ടദിക്പാലകന്മാർ എവിടെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാദ്യവാഹനം തന്ത്രി കണ്ഠർ രാജീവര് കൈവശം വെച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാദ്യവാഹനം. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വിഗ്രഹം. അഷ്ടദിക്പാലകന്മാരുടെ ശില്പങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നാണ് അജയ് തറയിൽ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ അഷ്ടദിക്പാലകന്മാരുടെ ശില്പങ്ങളില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അത് ആര് തട്ടിയെടുത്തു? വാദ്യവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അജയ് തറയിലിന്റെ വിശദീകരണം. തന്ത്രി കണ്ഠർ രാജീവര് കൊടുക്കുമ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുവെന്നർത്ഥം. സ്വർണ്ണക്കൊള്ളയും ശങ്കർദാസുമൊക്കെ നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഭയാനകമായ ചില കൊള്ളയെക്കുറിച്ചാണ്.
എന്നാൽ ഇന്ന് ശബരിമല ജീവനക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് മറ്റു ചില ഭയപ്പെടുത്തുന്ന കഥകൾ. പണ്ട് മുതലേ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചന ഇന്ന് നടന്ന 2 അറസ്റ്റിൽ വ്യക്തമാകുന്നു. ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് വിദേശ കറൻസികളും സ്വർണവുമൊക്കെ വായ്ക്കുള്ളിലാക്കി കടത്താൻ ശ്രമിച്ച 2 ദേവസ്വം ജീവനക്കാർ അറസ്റ്റിലായി. ആലപ്പുഴ കൊടപ്പുന്നമനയിൽ വീട്ടിൽ MG ഗോപകുമാർ എന്ന 51-കാരനും കൈനഗിരി നാലുപുരയ്ക്കൽ സുനിൽ G നായർ എന്ന 51-കാരനെയുമാണ് ദേവസ്വം വിജിലൻസ് പിടികൂടിയത്. ശബരിമല ക്ഷേത്രത്തിലെ ജീവനക്കാരാണ് 2 പേരും. ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും വായ നിറഞ്ഞിരിക്കുന്നു. ഇവരോട് ചില വിവരങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ തിരക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ വായിൽ നിറയെ സാധനങ്ങളുമായി ഇവർ മിഴുങ്കസ്യ നിൽക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാ നിറയെ വിദേശ കറൻസികൾ. ഗോപകുമാറിന്റെ വായിൽ നിന്ന് മലേഷ്യൻ കറൻസികളും സുനിലിന്റെ വായിൽ നിന്ന് യൂറോ, കനേഡിയൻ, UAE കറൻസികളുമാണ് വിജിലൻസ് സംഘം വീണ്ടെടുത്തത്. തുടർന്ന് ഇവരുടെ മുറികളിൽ ഒരു പരിശോധന നടത്തി. ഗോപകുമാറിന്റെ ബാഗിലിത 500-ന്റെ 27 നോട്ട്, 100-ന്റെ 2 നോട്ട്, 20-ന്റെ 4, 10-ന്റെ 4 നോട്ട്, അങ്ങനെ 13,820. കൂടാതെ 2 ഗ്രാമിന്റെ സ്വർണ്ണ ലോക്കറ്റും അവിടെ ഇരിപ്പുണ്ട്. സുനിൽ G നായരുടെ ബാഗിൽ നിന്ന് 500-ന്റെ 50 നോട്ട്, 17 വിദേശ കറൻസികൾ, 25,000 രൂപ. ഇത് ഇവരുടെ 2 ദിവസത്തെ അവിടെ നിന്ന് കിട്ടിയ കളക്ഷനാണ് എന്നാണ് വിജിലൻസിന്റെ സംശയം. ഇതിനെ തുടർന്ന് വിജിലൻസ് സംഘം മറ്റു ചില പരിശോധനകൾ നടത്തി. സന്നിധാനത്ത് നിന്ന് തുടർച്ചയായി പണം അയച്ചിരുന്ന ദേവസ്വം ജീവനക്കാരുടെ വലിയ നിര. ഇവരുടെ പട്ടിക തപാൽ ഓഫീസിനോടും ബാങ്കുകളോടുമൊക്കെ ആവശ്യപ്പെട്ടു. വിജിലൻസ് സംഘം നടുങ്ങിപ്പോയി. നിത്യേന എന്നോണം ഈ ജീവനക്കാർ പലരുടെ പേരിലേക്ക് എന്തൊക്കെയോ പാഴ്സൽ അയക്കുന്നു, പണം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയേറെ പണം ഇവർക്ക് എങ്ങനെ സന്നിധാനത്ത് നിന്ന് കിട്ടുന്നു എന്ന സംശയമാണിപ്പോൾ വിജിലൻസ് സംഘത്തിന്. ചുരുക്കത്തിൽ ഭണ്ഡാരമടക്കം സർവ്വതും അടിച്ചുമാറ്റുന്ന വലിയ കൊള്ളസംഘമാണ് ശബരിമല ശ്രീകോവിലിന് ചുറ്റുമുള്ളത് എന്ന് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.